അർജുൻ നായങ്കിക്കായി തൃശൂരിൽ വ്യാപക തെരച്ചിൽ. നായക്കനാൽ ജംഗ്ഷനിലും തേക്കൻകാട് മൈതാനത്തുമാണ് പരിശോധന. അർജുൻ നായങ്കിയുടെ സഹോദരൻ അഖിൽ പിടിയിൽ. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എന്തായാലും ഇപ്പോൾ തൃശൂരിൽ ആയങ്കി ഉണ്ട് എന്നൊരു സൂചന ലഭിക്കുന്നു. നിലവിൽ സഹോദരൻ അഖിലിനെയും പിടികൂടിയിട്ടുണ്ട്. ആയങ്കിയുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അരുണിമ, തൃശൂർ സിറ്റി പോലീസ് ആയങ്കിക്ക് പുറകിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ഒരു മണിക്കൂറായി സിറ്റി പോലീസിനെ അർജുൻ ആയങ്കി കളിപ്പിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ വട്ടം ചുറ്റിക്കുകയായിരുന്നു. കുറ്റിപ്പുറം വഴി തൃശൂർ അമല നഗറിലെത്തിയ ആയങ്കിയെ പിടികൂടാനായി പോലീസ് അവിടെ കാത്തുനിന്നു. പക്ഷേ അവിടെയും പിടികൊടുത്തില്ല. പിന്നീട് അടുത്ത ആയങ്കിയുടെ ടവർ ലൊക്കേഷൻ തൃശൂർ ഷൊർണൂർ റോഡാണ് കാണിച്ചത്. തുടർന്ന് പോലീസ് വരുന്ന വഴി ഷൊർണൂർ റോഡ് മുഴുവൻ എല്ലാ ട്രാഫിക് സിഗ്നലുകളിലും പോലീസ് വ്യാപകമായി ചെക്കിംഗ് നടത്തി. പക്ഷെ അതിനെല്ലാം കടത്തിവെട്ടി അർജുൻ ആയങ്കിയുടെ വണ്ടി തൃശൂർ നഗരത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ശ്രീമൂല സ്ഥാനത്ത് വരെ എത്തി എന്നുള്ളതാണ്. ഇതിനിടയിൽ പാലക്കാട് വഴിയാണ് ഈ അർജുൻ ആയങ്കി കുറ്റിപ്പുറം, പാലക്കാട്, തൃശൂർ അങ്ങനെയാണ് എത്തിയതെന്നാണുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിനിടയിൽ ഒരു തവണ അർജുൻ ആയങ്കി വണ്ടി മാറി, അതായത് സഞ്ചരിച്ചിരുന്ന കാറ് മാറി. അതിനിടയിൽ തൃശൂരിലേക്ക് എത്തി 6:30 മണിയോടെ 6:15 മണിയോടെ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ശ്രീമൂല സ്ഥാനം വരെ എത്തി. അവിടെയും കാർ ഉപേക്ഷിച്ച് അർജുൻ ആയങ്കി അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും പോലീസ് പാഞ്ഞി കാറിനടുത്തേക്ക് എത്തി. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ KL 59 രജിസ്ട്രേഷനിലുള്ള ഡസ്റ്റർ കാറാണ് അർജുൻ ആയങ്കി എത്തിയതെന്നാണ് പോലീസിന്റെ ഒരു കണക്കൂട്ട്. എന്തായാലും ആ കാറിൽ നിന്നും അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൃശൂർ പോലീസ് ക്ലബിൽ ഈ ചോദ്യം ചെയ്തു വരികയാണ് അഖിലിനെ. കൂടെ ഒരു സുഹൃത്ത് ആയ ഒരു വനിതയും ഉണ്ടായിരുന്നു. എന്തായാലും വാഹനവും ആ ഡസ്റ്റർ വാഹനവും തൃശൂർ ഈ സിറ്റി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തൃശൂർ സിറ്റി കമ്മീഷണർ അതുപോലെ ACP രാജേഷ് ഉൾപ്പെടെയുള്ള വലിയ പോലീസ് സന്നാഹം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇപ്പോഴും അർജുൻ ആയങ്കിക്കായി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോതമംഗലം CIയെ മെസ്സേജിലൂടെ വെല്ലുവിളിച്ചത്. അർജുൻ ആയങ്കി കഴിവുണ്ടെങ്കിൽ തന്നെ പിടിക്കുക എന്നുള്ളൊരു വെല്ലുവിളിയാണ് കേരള പോലീസിനെ ഒന്നാകെ വെല്ലുവിളിച്ചാണ് അർജുൻ ആയങ്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ പിടികൂടുമെന്നുള്ള തരത്തിലൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഒരു കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. തൃശൂരിൽ അത്ര കണ്ട് അർജുൻ ആയങ്കിയെ പോലീസ് പിന്തുടർന്നു. പക്ഷേ പിടികൂടാനായില്ല. തൃശൂർ നഗരത്തിൽ ലൊക്കേഷൻ ഉൾപ്പെടെ പോലീസിന് വ്യക്തമായി. എന്നിരുന്നാൽ പോലും പിടികൂടാൻ അതിനിടയിലാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പറമ്പിൽ വെച്ച് വണ്ടി മാറിയതെന്നാണ് കരുതാ. വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ട് വാഹനത്തിൽ നിന്നും സഹോദരനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എവിടേക്കാണ് പോകാനുള്ള സാധ്യത എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിയിലായ അഖിലിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും അർജുൻ നായങ്കിക്കായി തൃശ്ശൂരിൽ വ്യാപകമായ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അർജുൻ നായങ്കിയുടെ മൊബൈൽ ലൊക്കേഷനൊക്കെ തൃശ്ശൂരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും തേക്കിൻകാട് മൈതാനത്തൊക്കെയാണ് പരിശോധന ഊർജിതമാക്കിയിട്ടുള്ളത്. കേരള പോലീസിനെ ഒന്നാകെ വെല്ലുവിളിച്ച അർജുൻ നായങ്കിക്കായാണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. സഹോദരൻ അഖിലും പിടിയിലായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.